എൻ്റെ മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നേരത്തെ സിസ്റ്റർ പറഞ്ഞില്ലേ, മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച്. ഇപ്പോൾ ടീച്ചർ പറയുവാണ്, നീ ഇതിന് പഠിക്കത്തില്ല, നീ കൊള്ളത്തില്ല, നീ വേണമെങ്കിൽ TC വാങ്ങിച്ചു പോ. ടീച്ചർ ആ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. കാരണം നമ്മളോട് പലതവണ പറഞ്ഞിട്ട് ആ വിഷയം നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടാകാം അന്ന് കാണിക്കാത്തത്, മാർക്ക് കുറഞ്ഞു പോയത്. പക്ഷെ നമ്മൾ ആ ടീച്ചർ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ കൊള്ളില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. ഇപ്പം വീട്ടിൽ ആരെങ്കിലും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ, നമ്മളെപ്പോലെ നല്ല മിടുക്കരാകണമെന്നില്ല. ചിലപ്പോൾ അവർ വാക്കുകളൊക്കെ പറയുമ്പോൾ മോശം പറയുമായിരിക്കും. അപ്പോൾ ദേഷ്യം കയറുമ്പോൾ ചിലവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ പറയുന്നതായിരിക്കാം ചിലപ്പോൾ നീ ഗുണം പിടിക്കത്തില്ല അല്ലേ, നീ അവനെ കണ്ടുപിടിക്ക്, എപ്പോഴും നീ എന്താ ഇങ്ങനെ ചെയ്യണേ, അവളെ നോക്ക് എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നത്, അത് ചിലപ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ. അപ്പോൾ അവർ പറയുന്ന ഈ വാക്കുകൾ മാത്രം നമ്മൾ, ഈ പശു അയവർക്കില്ലേ ദഹിക്കാത്ത ഭക്ഷണം ഇങ്ങനെ ഛർദ്ദിക്കുന്നത് പോലെ അല്ലെ തികട്ടി വരുന്നത് പോലെ, ഇത് മാത്രം ഇങ്ങനെ എടുത്തു വെച്ച് നമ്മൾ ആലോചിച്ച് അത് ഭയങ്കര പ്രശ്നമാക്കി മാറ്റും. അപ്പം അങ്ങനെ വേണ്ട, നമുക്ക് തെങ്ങിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ട. നമുക്ക് കുട്ടിയുടെ സ്വഭാവം എടുക്കാം. എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന, എല്ലാത്തിലും കുറവുകളെ മിനിമൈസ് ചെയ്ത് പ്ലസ് പോയിൻറ്റ്സിനെ മാക്സിമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നമുക്കെടുക്കാം.